രണ്ടാമത്തെ ലൊക്കേഷനായ മൈസൂർ പാലസിൽ. അതെ, മൈസൂർ പോയ എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ തന്നെയായിരിക്കും മൈസൂർ പാലസ്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ മൈസൂർ പാലസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെരുപ്പൊക്കെ അവിടെ കൊടുത്തിട്ട് വേണം നമ്മൾ പാലസിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. പുറത്ത് പോകുന്ന നമുക്ക് ടിക്കറ്റൊന്നും ആവശ്യമില്ല, പാർക്കിംഗ് ചാർജ് മാത്രം മതി. പിന്നെ നമുക്ക് ഉള്ളിൽ കയറുന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. നമുക്ക് ചെരുപ്പൊക്കെ പുറത്ത് കവറിൽ അവിടെ കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഉള്ളിൽ കയറി കാണും. അതിൻ്റെ ഉള്ളിലൊരു മ്യൂസിയം പോലെ പഴയ പിക്ചറുകൾ, പഴയ അവർ യൂസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒരു മ്യൂസിയം പോലെ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമാണ്. ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കാണാൻ നല്ല രസമാണ്. ആ പഴയകാല ചിത്രങ്ങളും പഴയകാല വസ്തുക്കളും കാണാൻ നല്ല രസമാട്ടോ. ഫോട്ടോസൊക്കെ കാണണേ. അപ്പോൾ മൈസൂർ പാലസൊക്കെ ചുറ്റിക്കണ്ട്, മൈസൂർ പാലസിൻ്റെ പുറത്തും ചുറ്റിക്കണ്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ നിന്ന് നമ്മൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് വേണുഗോപാലസ്വാമി ടെമ്പിളിലേക്കായിരുന്നു. നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വേണുഗോപാലസ്വാമി ടെമ്പിൾ, നദിയുടെ തീരത്തുള്ള അമ്പലം. ഇതിനൊരു പ്രത്യേക ഐതിഹ്യമുണ്ട്. പണ്ട് ഈ ഡാമിൽ വെള്ളം കുറഞ്ഞപ്പോൾ ഈ അമ്പലത്തിൻ്റെ കുറേ ഇതേപോലെ അങ്ങനെ കുറേ സംഭവം ഈ ഡാമിൽ കിട്ടി. അപ്പോൾ അവർ അതേപോലെ റീക്രിയേറ്റ് ചെയ്തതാണ് ഈ അമ്പലം. അതാണ് ഇതിൻ്റെ ഐതിഹ്യം. കാവേരി. ഇതിന് മുന്നേ ഞാൻ വന്നപ്പോൾ ഇതുവരെ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം വരും. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഫീസോ അല്ലെങ്കിൽ പാർക്കിംഗ് ചാർജോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു മ്യൂസിയം പോലെ ഒരു സ്ഥലം. അതായത് ഇവിടെ വഴിപാടുകൾ നടത്തുന്നില്ല, പൂജകളില്ല, അങ്ങനത്തെ ഒരു സ്പോട്ടാട്ടോ. അത് നല്ല കാറ്റൊക്കെ ഉള്ള നല്ലൊരു സ്ഥലം. നമുക്ക് കുറച്ച് നേരം പോയിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം. ബാക്കി ഇപ്പം അവിടെ ആൾക്കാർ ഇറങ്ങുന്നു. അതിൻ്റെ അവിടെ ഒരു കല്ലുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ ഞാൻ കയറുന്നിട്ട് ഫോട്ടോ ഉണ്ട്. ആ കല്ലാണ് എൻ്റെ ഓർമ്മ. ഇത്രയും വേസ്റ്റ് ഇട്ടിട്ട് പോയതല്ല. പാവം ഒരു അമ്മ അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള വൃന്ദാവൻ ഗാർഡനിലേക്ക് പോവാണ്. നമ്മൾ അടുത്ത ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്, വൃന്ദാവൻ ഗാർഡൻ. നല്ലൊരു മഴ കിട്ടിയോണ്ട് തന്നെ ഞങ്ങൾ വൃന്ദാവൻ ഗാർഡനിൽ ജേർണി സ്റ്റാർട്ട് ചെയ്തത് ഒരു ചായ കുടിച്ചിട്ടാണേ. ഇവിടെ പാർക്കിംഗ് ചാർജും എൻട്രി ചാർജും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കൊടുത്ത് നമ്മൾ ഉള്ളിൽ കയറും. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവർക്ക് 6:45 ശേഷമായിട്ട് വാട്ടർ ഷോ ഉണ്ട്. അത് കാണാനാണ് മെയിനായിട്ട് ഇവിടെ എല്ലാവരും വരുന്നത്. പിന്നെ ഈ ലൊക്കേഷൻ ഒരു പാർക്ക് പോലെയാണ്, കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പ്ലേസ്. നമുക്ക് ഇതേപോലെ തന്നെ ഈവനിങ് ഒക്കെ വന്നിട്ട് ഇരിക്കാൻ പറ്റിയ എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ട്. അവിടുത്തെ വാട്ടർ ഷോ ഒക്കെ കണ്ട് അങ്ങനെ നമ്മുടെ മൈസൂർ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മൈസൂരിൽ എനിക്ക് തോന്നുന്നു ഒരു ദിവസം മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.